കൈകളികെ താരീകം താരോ ഞാമിട്ട് കൈകളികെ താരീകം താരോ ഗ്രാമീണ ജീവിതം ഒരു ഗൃഹാതുരത്വമായി മനസ്സിൽ സൂക്ഷിക്കാത്ത മലയാളികൾ അപൂർവമായിരിക്കും. വിദേശ മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഗ്രാമജീവിതവും കൃഷിയുമൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ്. പക്ഷേ വിദേശ ജീവിതത്തിനു ശേഷം നാട്ടിലെത്തുമ്പോൾ ഇവരെ കാത്തിരിക്കുന്നത് പലപ്പോഴും ഹരിതാഭമായ ഗ്രാമങ്ങളായിരിക്കില്ല. കാരണം കേരളത്തിൽ ഗ്രാമങ്ങൾ അപൂർവമാവുകയാണല്ലോ. തൃശൂരെ മാളയ്ക്ക് സമീപത്തുള്ള അഷ്ടമിച്ചിറ നിവാസിയായ സെബി പഴയാറ്റിലിനെ സംബന്ധിച്ച് കൃഷി എന്നും ഒരാവേശമായിരുന്നു. ജോലിക്കായി സ്വിറ്റ്സർലൻഡിൽ കുടുംബസമേതം കഴിയേണ്ടി വന്നപ്പോഴും കൃഷിയോടും ഗ്രാമജീവിതത്തോടുമുള്ള ആഭിമുഖ്യം അദ്ദേഹം കെടാതെ സൂക്ഷിച്ചു. നാട്ടിൽ നല്ലൊരു സംയോജിത കൃഷിത്തോട്ടമുണ്ടാക്കണമെന്ന ആശയം ഇതിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ ആശയം പൂർത്തീകരിക്കാൻ നാട്ടിലുള്ള 2 യുവാക്കളെ സെബി കണ്ടെത്തി, ബൈജുവും സുമോദും. അങ്ങനെ 2005 അന്ന സ്വിസ് ഫാം എന്ന സംരംഭത്തിന് തുടക്കമായി. ഇതിന്റെ യഥാർത്ഥ പ്രൊപ്രൈറ്റർ സ്വിറ്റ്സർലാൻഡിലാണ്. ആളും ആളുടെ വൈഫും കുട്ടിയും അവിടെ സെറ്റിലാണ്. ഇത് ഈ ഫാമിന് അന്ന സ്വിസ് ഫാം എന്ന് പേരിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന എന്ന് പറഞ്ഞ ആളുടെ അമ്മയുടെ പേരാണ്. സ്വിസ് ബേസ്ഡ് ഫാം ആയതിൻ്റെ പേരിൽ ഇത് അന്ന സ്വിസ് ഫാം എന്ന് അറിയപ്പെടാൻ കാരണം, ഈ ഫാം തുടങ്ങണമെന്ന് ആൾക്ക് വളരെ കാലമായിട്ട് ആളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ആയിരുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ ഒരു ഫാം തുടങ്ങുക എന്നുള്ളത്. അതിനുവേണ്ടി വളരെ കാലം പ്രയത്നിച്ച് പുറമെ വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് അവിടെ നിന്നുണ്ടായ ഒരു ഉണർവിലും അവിടെ നിന്നുണ്ടായ ബേസിക് അറിവുകളും വെച്ച് ആള് സ്വതസിദ്ധമായ ശൈലിയിൽ തൻ്റെ രീതിയിൽ പരമ്പരാഗതമായ രീതിയിൽ തുടങ്ങിയൊരു ഫാമാണ് ഈ അന്ന സ്വിസ് ഫാം. നമ്മുടെ ഫാമിൽ ഇപ്പോൾ പശു, ആട്, കോഴി, താറാവ്, വാത്ത, കളക്കം, ഗിനിപ്പിഗ്, മൊയില്, കാട, അത്യാവശ്യം കൃഷി, എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിക്കൊണ്ടിട്ടുള്ള ഒരു സമ്മിശ്ര കൃഷിയിലുള്ള ഒരു ഫാമാണ് നമ്മുടെ അന്ന സ്വിസ് ഫാം. അതിനു വേണ്ടിയിട്ട് വളരെ കാലങ്ങളോളം നടന്ന ഒരു അറിവിൻ്റെയും ഉണർവിൻ്റെയും വെളിച്ചത്തിൽ തുടങ്ങിയതിൻ്റെ പേരിലും അത് ദേവദാസിയായ മദർ മറിയം ത്രേസ്യാമ്മയുടെ പിൽഗ്രിം സെൻ്ററിന് തൊട്ടടുത്തായതിൻ്റെ പേരിലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. 17 ഏക്കറിലായി വ്യാപിച്ചിരിക്കുന്ന ഈ ഫാമിൽ സ്വിസ് കൃഷി സമ്പ്രദായങ്ങൾ ഉൾപ്പെടെ ഇന്ന് വിജയകരമായി നടപ്പാക്കിയിരിക്കുന്നു. ഒരു കൃഷിത്തോട്ടം എന്നതിനോടൊപ്പം കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കണ്ടു പഠിക്കാനും ഒഴിവുവേളകൾ ആസ്വദിക്കാനുമൊക്കെ ഉതകുന്ന ഒരു ഫാം ടൂറിസം സംരംഭമായി അന്ന സ്വിസ് ഫാം ഇന്ന് മുന്നേറുകയാണ്. സുമോദിനും ബൈജുവിനുമൊപ്പം കുറെ യുവജനങ്ങൾ അന്ന സ്വിസ് ഫാമിൽ പ്രവർത്തിക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇതിന്റെ മൊത്തം ഒരു സൂപ്പർവൈസർ എന്നുള്ള രീതിയിൽ, പിന്നെ ബൈജു എന്ന് പറഞ്ഞ മാനേജർ, പിന്നെ മല്ലിക എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുണ്ട്, അത് കോഴി സെക്ഷൻ ഇങ്ങനെയുള്ള അതുകളൊക്കെ നോക്കുന്നു. പിന്നെ ജിഷ എന്ന് പറഞ്ഞ സ്റ്റാഫ് കാട, മൊയില് ഇങ്ങനെയുള്ള ഇത് ഇയമു ഇങ്ങനെയുള്ള അതുകൾ നോക്കുന്നു. പിന്നെ അതിൻ്റെ പിന്നെ ലിൻഡേച്ചി എന്ന് പറഞ്ഞ ഓഫീസിലെ ഇതാണ്, അവിടുത്തെ ഫയലുകളും മറ്റുള്ള കണക്കും കാര്യങ്ങളും മലയാളിയായിട്ടുള്ള എന്നും നെറ്റിൽ ഇവിടുത്തെ കണക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഡെയിലി അയച്ചു കൊടുക്കുന്നത് ലിൻഡ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. പിന്നെ പുഷ്പേച്ചി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മറ്റുള്ള സ്റ്റാഫുകൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കലും ഇതൊക്കെയാണ്. മറ്റുള്ള ആരെങ്കിലും ഇല്ലാതെ വരുമ്പോഴുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ആള് തന്നെയാണ്. മികച്ച ഡയറി ഫാമാണ് അന്ന സ്വിസ് ഫാമിലെ ഒരു പ്രധാന ആകർഷണം. ഇവിടെ
സങ്കര ഇനത്തിൽപ്പെട്ട 34 പശുക്കളെ ശാസ്ത്രീയമായി പരിപാലിക്കുന്നു. പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത ഓലമേഞ്ഞ ഷെഡിലാണ് കന്നുകാലികളെ വളർത്തുന്നത്. ചൂടിന്റെ പ്രസരണം പരമാവധി കുറയ്ക്കുന്ന രീതിയിലും വായു സഞ്ചാരം നന്നായി ലഭിക്കുന്ന വിധത്തിലുമാണ് ഷെഡിന്റെ നിർമ്മാണം. പുറമെ ഫാനുകളുമുണ്ട്. ഓരോ പശുവിനും പേരിടാനും ശ്രദ്ധിച്ചിരിക്കുന്നു. ആദ്യം ഞങ്ങൾ 2 പശുവിനെ വെച്ചാണ് തുടങ്ങിയത്. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ 41 പശു വരെ 42 വരെ കപ്പാസിറ്റിയുള്ള ഒരു ഫാമിലേക്കായിട്ട് മാറി. ഇപ്പം ഞങ്ങളുടെ ഇവിടെ നിലവിൽ ഒരു നേരം 23 വരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം കിട്ടുന്നത് മാക്സിമം 23 വരെയാണ്. റൂഫിനെ പറ്റി പറയുകയാണെങ്കിൽ റൂഫ് ശരിക്കും ഒരു കൂട് പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് മെയിൻ റൂഫിൻ്റെ അവിടെ നിന്ന് ഒറിജിനൽ റൂഫിൻ്റെ അവിടേക്ക് 4 അടി ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം മാക്സിമം ഇവിടുത്തെ ചൂടുവായു നേരെ മുകളിലേക്ക് സക്ക് ചെയ്ത് പോവാണ്. നല്ല എയർ പാസിങ്ങും നന്നായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ പേരിൽ നിലവിൽ ഫാമിൻ്റെ അകത്ത് ടെമ്പറേച്ചർ പുറത്ത് വിട്ട് ഭയങ്കര വ്യത്യാസത്തിലായിരിക്കും. താഴെയായിരിക്കും ടെമ്പറേച്ചർ. കൂളിങ് നല്ലതായിരിക്കും. പിന്നെ എയർ സർക്കുലേഷനും മസ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊരു ഇത് കിട്ടുന്നതെന്ന് വെച്ചാൽ പശുക്കൾ പെട്ടെന്ന് ഡ്രൈ ആകുകയും ഫ്രഷ് എയർ പാസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതൊരു ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പശുക്കളെ ദിവസവും 2 തവണ കുളിപ്പിക്കാനും ഷെഡ് വളരെ വൃത്തിയായി സൂക്ഷിക്കാനും പ്രത്യേക നിഷ്കർഷ ചെലുത്തുന്നുണ്ട്. ഇതിലൂടെ രോഗബാധ ഏറെക്കുറെ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുന്നു. യന്ത്ര സഹായത്താലാണ് കറവ. ഇതിലും ശുചിത്വത്തിന് മുൻഗണന നൽകുന്നുണ്ട്. ദിവസവും കറവ കഴിഞ്ഞ് കറവയന്ത്രം കഴുകി വൃത്തിയായി സൂക്ഷിക്കുന്നു. വെളുപ്പിന് ഞങ്ങൾ പുലർച്ചെ 2 മണിക്ക് ഞങ്ങളുടെ ജോലികൾ തുടങ്ങുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ ചാണകം വാരി മൊത്തം തറ വൃത്തിയാക്കിയതിന് ശേഷം മോട്ടർ ഓൺ ചെയ്ത് വെള്ളമടിച്ച് ക്ലീൻ ആയിട്ട് കുളിപ്പിക്കും. അകിടും പശുവിനെയും തൊട്ടിയും എല്ലാം ഒരുമിച്ച് ക്ലീൻ ചെയ്യും. അതിനുശേഷം മാത്രമേ തീറ്റ വയ്ക്കുള്ളൂ. തീറ്റ വെച്ചതിന് ശേഷം മാത്രമേ കറവ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങളുടെ രീതി. മാക്സിമം കറവയുടെ സമയത്ത് ഇപ്പോൾ പശുക്കൾ ചാണം ഇടുകയാണെങ്കിൽ അതുവരെ ഞങ്ങൾ കയ്യോടെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തറ വളരെ കുറച്ച് സമയം കൊണ്ട് തറ നീറ്റായി കിട്ടുകയും ചെയ്യും. ഒപ്പം ഫാൻ ഒരുമിച്ച് ഓൺ ചെയ്യുമ്പോൾ തറ ഉണങ്ങി കിട്ടും. മാക്സിമം ഞങ്ങൾ തറ ഡ്രൈ ആക്കി നിർത്താനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത് പശുക്കൾക്ക് അകിടുവീക്കം ഭയങ്കരമായിട്ട് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പശുക്കൾ പെട്ടെന്ന് റെസ്റ്റ് എടുക്കാനൊരു ടെൻസിറ്റി കാണിക്കുന്നുണ്ട്. അതായത് അവർ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, ഉള്ള നേരം അവിടെ വേഗം റെസ്റ്റ് എടുത്ത് ആ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്കൊരു കിട്ടുന്ന ഗുണം അത് പാലിൻ്റെ വേരിയേഷനിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട്.